ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാ പെരട്ട അച്ചാറാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അച്ചാറൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു ഐറ്റം ആണെങ്കിലും നമുക്ക് ഷോപ്പിലൊക്കെ ഇരിക്കണ കാണുമ്പം ആ ഭംഗി കാണുമ്പോൾ നമുക്ക് ഒന്ന് വാങ്ങാൻ തോന്നും. നമുക്കതുപോലെ ഷോപ്പിലൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു മാങ്ങാ പെരട്ട അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങയൊക്കെ ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്ത് ഞാനിത് ഒരു ദിവസം ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ്. കുറഞ്ഞത് മാങ്ങ നമ്മൾ ഉപ്പിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുന്നത് നല്ലതാണ്. ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കുറച്ചധികം നാളൊക്കെ ഇരിക്കേണ്ടതാണെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പം ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് വെളിച്ചെണ്ണയാണ് യൂസ് ആക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ കടായി ആയതുകൊണ്ടാണ് ഫ്ലെയിം ഓഫാക്കിയത്. നിങ്ങളല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയി വരും. ഈ സമയത്ത് നമുക്ക് മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കാണും. ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതിൻ്റെ ആവശ്യമുണ്ട്. ഞാനിവിടെ നേരത്തെ അത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ മാങ്ങാ പെരട്ട അച്ചാറൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കിട്ടത് സൂക്ഷിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ ഇതുപോലെ ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതുപോലൊരു അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.